ഇത് തന്നെ എന്റെ പ്രശ്നം. പണിക്കർക്കൊന്നും ഈ കാര്യത്തില് വലിയ താല്പര്യമില്ലാന്നേ. അതുകൊണ്ടല്ലേ ഈ കറുത്തുമുക്കിനെ നീ കിട്ടിയത്. കറുത്തെന്ന് പറയല്ലോ എന്റെ മോന്. നീ എന്റെ ചക്കരല്ലേ, പഞ്ചാര മുത്തല്ലേ, ഈന്തപ്പഴ ലഡുവല്ലേ മുത്തേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. അന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടേ. അലഞ്ഞു പണിക്കരെ, 2 മക്കളുണ്ട്, ഭാര്യ ഒളിച്ചു ഓടിപ്പോയി. അവര് തിരിച്ചു വരാണെങ്കിൽ ഞാൻ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാ. എവിടേക്കാ പോയെന്നറിയോ നിനക്ക്? അതറിയില്ല പണിക്കരെ, ഏത് വഴിക്ക് പോയത് എനിക്കറിയില്ല. ആരെങ്കിലും സംശയം ഉണ്ടോ നിനക്ക്? ഫേസ്ബുക്ക് വഴിക്കാണ് ബന്ധം, ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല. ഈ പണിക്കൊന്ന് ഗണിച്ചു നോക്കൂ. അയ്യോ, എനിക്ക് അടിച്ചു നോക്കിയിട്ടൊക്കെ എന്താ കാര്യം? എല്ലാം പോയില്ലേ? എന്നാലും എന്റെ ആശക്കുട്ടി എന്നോട് ഇത് ചെയ്തല്ലോ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കട്ടെ ദൈവമേ. ഇവളത് എന്താന്നിട്ട് ആ ചെക്കൻ്റെ കൂടെ പോയേ? പറഞ്ഞിട്ട് കാര്യമില്ല. 1 വർഷമായിട്ട് ആശാമോൾക്ക് ചൊവ്വാദോഷമാ. നീ വല്ല ചൊവ്വയും പിടിച്ചു കൊണ്ടുപോയിണ്ടോ? ഇവിടെ ഈ CCTV ക്യാമറ ഒക്കെ ഉള്ളപ്പോ ഇവിടെ എങ്ങനെയല്ല അവരുടെ കണ്ണും വെട്ടിച്ചു പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. DVR തന്നെ എടുത്തുകൊണ്ടുപോയിരിക്കുക, പിന്നെ കഥ പറയുന്നത്. നീ മെയിനായിരുന്നു അവിടെ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടിയായിരുന്നു അവള്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാത്ത മുട്ടിയായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവാനുഗ്രഹം തീരെ ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ പറഞ്ഞ് അമ്മ അത് ദൈവത്തിന്റെ തലയിൽ കൊണ്ടിട്ടോ.